SSLC ക്രിസ്മസ് എക്സാമിന് പണി കിട്ടിയിരിക്കും. MS സൊല്യൂഷൻ വെറുതെ പറയുന്നതല്ല, ഒരു പ്രൊമോഷന് വേണ്ടി പോലും പറയുന്നതല്ല. ജാഗ്രതയില്ലെങ്കിൽ പണി കിട്ടിയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഈ വരുന്ന ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്കൂളുകളിലും പല ട്യൂഷൻ സെൻ്ററുകളിലും തിരക്കാണ്. എന്തേ? പോർഷൻസ് റിവിഷൻ ചെയ്യാനല്ല, പോർഷൻസ് തീർക്കാൻ. തനിക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണോ ക്രിസ്മസ് എക്സാമിനേക്കുള്ളത് അത് തീർക്കാൻ നൈറ്റ് ക്ലാസ് അടക്കം ഈവൻ കോച്ചിങ് സെൻ്ററുകളിലും സ്കൂളുകളടക്കം നൈറ്റ് നടത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ സമയം മാറിയിരിക്കുന്നു. ഇതൊക്കെ MS നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കോച്ചിങ് സെൻ്ററുകളെ കുറ്റം പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് സ്കൂളുകളെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം നമ്മുടെ അക്കാഡമിക് ഇയറിൽ എന്തോ ഒരു കാരണത്താൽ ക്രിസ്മസിനേക്കുള്ള സമയം വളരെ കുറവായിരുന്നു. അതായത് സെപ്റ്റംബർ മാസം കംപ്ലീറ്റ് നമ്മൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത സമയമായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ഒക്ടോബറും അതോടൊപ്പം തന്നെ നവംബർ എന്നീ പറയുന്ന 2 മാസങ്ങളിൽ വെറും 16 ദിവസങ്ങൾ മാത്രമാണ് ഒരു കോച്ചിങ് സെൻ്ററിന് കിട്ടിയിരിക്കുന്നത്. ഒരു ശനിയും ഞായറും, അങ്ങനെ 4 ശനിയും 4 ഞായറും ഒരു മാസത്തിലുണ്ടെങ്കിൽ 2 മാസം 16 ശനിയും ഞായറും ഉണ്ടാവും. ശരിയല്ലേ? ഇനി സ്കൂളുകളെടുത്ത് നോക്കുമ്പോൾ 2 മാസമുണ്ട്. പക്ഷേ സ്കൂളുകളിലും എന്തുണ്ടായിരുന്നു? സബ് ജില്ല, ഇപ്പോൾ ജില്ല നടന്നുകൊണ്ടിരിക്കുന്നു, ശാസ്ത്രോത്സവം, അതോടൊപ്പം തന്നെ നമ്മുടെ സ്പോർട്സ്, ആർട്സ് എല്ലാം കൊണ്ടുപോയി വെച്ചിരിക്കുന്ന മാസങ്ങളായിരുന്നു ഒക്ടോബറും നവംബറും. ഇപ്പോൾ മെല്ലെ ടീച്ചേഴ്സ് പോർഷൻസ് കവർ ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ സാധാരണകളിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 16 തീയതിയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 16 മുതൽ ഡിസംബർ 22 വരെയായിരുന്നു ക്രിസ്മസ് എക്സാം നടന്നതെങ്കിൽ ഈ വർഷം വളരെ നേരത്തെ ഡിസംബർ 9 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങളുടെ മുന്നിൽ സമയമില്ല. എന്നാൽ സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്ക്, സ്കൂളിൽ ഓൾറെഡി പോകുന്നുണ്ട്, ട്യൂഷനിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് പോർഷൻസ് കവർ ചെയ്യുന്ന തിരക്കിലാണ്. പോർഷൻസ് റിവിഷൻ ചെയ്യാൻ പോലും സമയമില്ല എന്നൊരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം. എന്നാൽ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം, ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം 5 മാസങ്ങൾ ഉണ്ടായിരുന്നു കേവലം 47ഓളം ചാപ്റ്റേഴ്സിന്. എന്നാൽ ഈ ക്രിസ്മസ് എക്സാമിന് വെറും ഒരു ഒക്ടോബറും വെറും ഒരു നവംബറും 2 മാസമേ ഉള്ളൂ. ഏകദേശം ഇതേ 47ഓളം ചാപ്റ്റേഴ്സുകൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്കുണ്ട്. മാത്രമല്ല കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും മാത്സിൻ്റെയും സോഷ്യലിൻ്റെ ഒക്കെ കേസുകൾ പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററുകൾ, ഓണപ്പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളായ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരല്പം മാർക്ക് കൂടുതൽ വെയിറ്റേജിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫിസിക്സിൻ്റെ കേസിൽ ഈ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് മുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണകളിൽ ക്രിസ്മസ് എക്സാമിനേക്ക് ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ തൊട്ടുള്ള 6ാമത്തെ ചാപ്റ്റർ വരെയായിരുന്നു പോർഷൻസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവാറുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ തകിടം മറിഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാം നടന്നത്. അപ്പോൾ ഈ വർഷം അത്രമേൽ പോർഷൻസുകൾ കവർ ചെയ്യാൻ വേണ്ടി ഓരോ സെൻറ്ററുകളും ഓരോ സ്കൂളുകളും ഓട്ടത്തിലാണ്. അതിനിടയിലൂടെ പഠിച്ചെടുത്തുകൊണ്ട്, അതിനിടയിലൂടെ ഗ്രഹിച്ചുകൊണ്ട്, അതിനിടയിലൂടെ ഓരോന്നും റിവിഷൻ ചെയ്തുകൊണ്ട്, ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തൻ്റേതായ സമയം കണ്ടെത്തിയില്ലെങ്കിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരി പണി കിട്ടിയിരിക്കും. ഓണപ്പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട എന്ന് MS പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും എല്ലാം എടുത്തുകൊണ്ട് പോർഷൻസുകൾ കവർ ചെയ്യാൻ കാത്തിരിക്കാതെ പോർഷൻസ് നിങ്ങൾ റിവിഷൻ ചെയ്ത് തുടങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടിയിരിക്കും. അതുകൊണ്ട് ഒരു സൈഡിൽ കൂടി സ്കൂളുകളും കോച്ചിങ് സെൻ്ററുകളും എല്ലാം എന്ത് ചെയ്യട്ടെ? പോർഷൻസുകൾ കവർ ചെയ്യട്ടെ. മറ്റൊരു സൈഡിലൂടെ നിങ്ങൾ സ്വയം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് സ്വന്തമായി റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും MS പറയുന്നു പണി കിട്ടിയിരിക്കും. കിട്ടാതിരിക്കട്ടെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാരത്തോൺ ലൈവുകളുമായിട്ട്, പോർഷൻസുകൾ റിവിഷൻ ചെയ്യുന്ന മാരത്തോൺ ലൈവുകളുമായിട്ട് MS നിങ്ങളുടെ മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.